തൃശ്ശിവപേരൂർ എന്ന സാംസ്കാരിക നഗരത്തിനൊപ്പം കേരളം കൂടി അഭിമാന പുളകിതമാകുന്ന ദിവസമാണ് തൃശൂർ പൂരം നടക്കുന്ന ദിവസം. തൃശൂർ പൂര വിളംബരത്തിന്റെ ദിവസമാണ് ഇന്ന്. കൊമ്പൻ എറണാകുളം ശിവകുമാർ നെയ്തലക്കാവ് അമ്മയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുര നട തുറന്ന് പൂര വിളംബരം നടത്തും. രാവിലെ 10:30-യോടെയാണ് പൂര വിളംബര ചടങ്ങ് നടക്കുക. നാളെയാണ് പ്രസിദ്ധമായ തൃശൂർ പൂരം. വർഷങ്ങളോളം തെക്കേ ഗോപുര നട തുറന്ന് പൂര വിളംബരം നടത്തിയിരുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായിരുന്നു. 7 വർഷം മുൻപാണ് ഇതിൽ മാറ്റം വന്നത്. നിലവിൽ എറണാകുളം ശിവകുമാറാണ് തെക്കേ ഗോപുര നട തുറന്ന് പൂര വിളംബരം നടത്തുന്നത്. കൊച്ചിൻ ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ള ആനയാണ് എറണാകുളം ശിവകുമാർ. തുടർച്ചയായ 5ാം തവണയാണ് ശിവകുമാർ പൂരത്തിന് വിളംബരമേക്കുന്നത്. നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയിരുന്ന രാമചന്ദ്രൻ ഇക്കുറി ചെമ്പൂക്കാവ് കാർത്യായനി ക്ഷേത്രത്തിന് വേണ്ടിയാണ് കോലമേന്തുക. തൃശൂർ പൂരത്തിലെ പ്രധാന ഘടകക്ഷേത്രമാണ് ചെമ്പൂക്കാവ്. നെയ്തലക്കാവിൽ അമ്മയുടെ എഴുന്നള്ളിപ്പോടെ തൃശൂർ പൂരത്തിന്റെ ആചാരങ്ങൾക്ക് ആരംഭമാകും. നാളെയാണ് ചരിത്രപ്രസിദ്ധമായ തൃശൂർ പൂരം. രാവിലെ ആറാട്ടിന് ശേഷമാണ് നെയ്തലക്കാവിലമ്മ എറണാകുളം ശിവകുമാറിന്റെ തിടമ്പേറ്റി വടക്കുംനാഥനിലേക്ക് പുറപ്പെടുന്നത്. പാറമേക്കാവ് വഴി തെക്കൻകാട്ടിലേക്ക് കയറുന്ന നെയ്തലക്കാവിലമ്മ മണികണ്ഠനാലിലെത്തി അവിടെ നിന്നും പാണ്ഡ്യമേളത്തിന്റെ അകമ്പടിയാൽ ശ്രീമൂലസ്ഥാനത്തെത്തും. പ്രദക്ഷിണ വഴിയിലൂടെ വടക്കുംനാഥനെ വലം വെച്ച് 12 മണിയോടെ തെക്കേ ഗോപുരം തുറന്ന് പുറത്തിറങ്ങും. ഇനിയുള്ള 36 മണിക്കൂർ നാദമേള വർണ്ണ വിസ്മയങ്ങളുടെ വിസ്മയമായിരിക്കും. 2 മണിയോടെ തേക്കിൻകാട് മൈതാനിയും പാറമേക്കാവും ആനകളെ കൊണ്ട് നിറയും. ശക്തൻ തമ്പുരാൻ തൃശ്ശിവപേരൂർ ഭരിച്ചിരുന്ന കാലത്ത് ആറാട്ടുപുഴയിൽ നടക്കുന്ന ദേവസംഗമം കാണാൻ പോയി. ആറാട്ടുപുഴ ധർമ്മശാസ്താവിന്റെ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഒരു പാടത്തിന്റെ അറ്റത്താണ്. അവിടുത്തുകാർ വിശ്വസിക്കുന്നത് പുലർച്ചെ 2 മണിക്ക് നടക്കുന്ന ഈ ദേവസംഗമത്തിന് ഹിന്ദുമത വിശ്വാസ പ്രകാരമുള്ള 30 മുക്കോടി ദേവതകളും പരേതാത്മാക്കളും ചടങ്ങിൽ പങ്കുകൊള്ളാൻ വരും എന്നാണ്. ഈ ദേവസംഗമം നടക്കുന്ന പാടത്ത് ദേശത്തുള്ള എല്ലാ ദേവീദേവന്മാരും ആനപ്പുറത്ത് മേള അകമ്പടിയോടെ അണിനിരക്കും. ഒരു 75 ആനകൾ ഇങ്ങനെ പാടത്ത് നിരന്ന് വിളക്കും പിടിച്ചു നിൽക്കും. ശക്തൻ തമ്പുരാന് ഈ ദൃശ്യഭംഗി കണ്ടപ്പോൾ തോന്നി ഇതുപോലെ ഒരു ഗംഭീര ഉത്സവം തന്റെ നാട്ടിലും ഉണ്ടാവണമെന്ന്. ഇത്രയും ദൂരത്തേക്ക് അന്നൊക്കെ ആളുകൾക്ക് എത്താൻ ബുദ്ധിമുട്ടായിരുന്നല്ലോ. അങ്ങനെ ആറാട്ടുപുഴ പൂരം കണ്ടുവന്ന ശക്തൻ തമ്പുരാൻ തൃശ്ശൂർക്കാർക്ക് സൗകര്യപൂർവ്വം അതുപോലെ ഒരു ഉത്സവം കാണാൻ വേണ്ടി ഉണ്ടാക്കിയതാണത്രേ തൃശ്ശൂർ പൂരം. നമുക്കറിയാം, പൂരങ്ങളുടെ പൂരം എന്നാണ് തൃശ്ശൂർ പൂരത്തിന്റെ വിശേഷണം തന്നെ. മേടമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് തൃശ്ശൂർ പൂരം ആഘോഷിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ മേടമാസത്തിൽ അർദ്ധരാത്രിക്ക് ഉത്രം നക്ഷത്രം വരുന്നതിന്റെ തലേന്നാണ് പൂരം ആഘോഷിക്കുന്നത്. കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ തുടക്കം കുറിച്ച തൃശ്ശൂർ പൂരത്തിന് ഏകദേശം 200 വർഷത്തെ ചരിത്ര പാരമ്പര്യമുണ്ട്. പൂരം കാണാനായി വിദേശികളടക്കം ധാരാളം ആളുകൾ തൃശ്ശൂരിലെത്തും. ആനകളെ അണിനിരത്തിയുള്ള പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളുടെ മേള, പഞ്ചവാദ്യ ഘോഷങ്ങൾ, ആനപ്പുറത്തെ കുടമാറ്റം, പുലരുന്നതിനു മുമ്പുള്ള വെടിക്കെട്ട്, ഇതൊക്കെ പ്രധാന ആകർഷണങ്ങളാണ്. തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പ് ബ്രഹ്മസ്വ മഠത്തിലേക്ക് കൊണ്ടുപോകുന്ന പുറപ്പാട് എഴുന്നള്ളത്ത്, മഠത്തിൽ നിന്ന് പഞ്ചവാദ്യത്തോടു കൂടിയുള്ള മഠത്തിൽ വരവെഴുന്നള്ളത്ത്, ഉച്ചയ്ക്ക് പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ പൂരപ്പുറപ്പാട്, അതിനോടനുബന്ധിച്ച് 1 മണിക്കൂർ ദൈർഘ്യം വരുന്ന ചെമ്പടമേളം, ഇലഞ്ഞിത്തറമേളം, തെക്കോട്ടിറക്കം, പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ പരസ്പരമുള്ള കൂടിക്കാഴ്ച, കുടമാറ്റം, സന്ധ്യാസമയത്തെ ചെറിയ വെടിക്കെട്ട്, രാത്രിയിലെ പഞ്ചവാദ്യം, പുലർച്ചെയുള്ള പ്രധാന വെടിക്കെട്ട്, പിറ്റേന്ന് നടക്കുന്ന പകൽപൂരം, പകൽപൂരത്തിന് ശേഷമുള്ള വെടിക്കെട്ട്, ഉപചാരം ചൊല്ലിപ്പിരിയൽ എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. തൃശൂർ നഗരമധ്യത്തിലുള്ള വടക്കുംനാഥൻ ക്ഷേത്രത്തിലും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള തേക്കിൻകാട് മൈതാനത്തിലുമായാണ് പൂരത്തിന്റെ ചടങ്ങുകൾ നടക്കുക. തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലെ ഭഗവതിമാരാണ് തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നതായി സങ്കല്പിക്കപ്പെടുന്നത്. പൂരത്തിന്റെ മുഖ്യ പങ്കാളിത്തവും ഈ 2 വിഭാഗക്കാർക്കാണ്. തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകളിൽ ഒന്നായ ബാലഭദ്രകാളിയാണ് പൂരത്തിന് പങ്കെടുക്കുന്ന ഒരു ഭഗവതി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.